നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്ന ഈ എഡ്യൂക്കേഷനിൽ നമ്മൾ അറിവില്ലാത്ത ഒരു മേഖലയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഗ്നോറൻസ്. പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തി എന്ന് പറയുന്നു, പക്ഷെ ശരിക്കും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾക്കറിയില്ല. മെഡിസിനിൽ പല രോഗങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. ആ രോഗങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് വ്യക്തമല്ല. എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് മാത്രം രോഗം വരുന്നതും എന്നും വ്യക്തമല്ല. അതുപോലെ ഈ രോഗങ്ങൾക്ക് മരുന്നുകൾ കൊടുക്കുന്നു. ഈ മരുന്നുകൾ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല. ട്രയൽസ് നടത്തുന്നു, മരുന്ന് എഫക്റ്റീവ് ആകുമ്പോൾ അത് മനുഷ്യരിൽ പ്രയോഗിക്കുന്നു. ചിലർക്കത് പറ്റുന്നില്ല, ചിലർക്കത് പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ എൻജിനീയറിങ്ങിൽ ചില വസ്തുക്കൾ കൂട്ടി യോജിപ്പിച്ചാൽ അങ്ങനെ നിൽക്കുന്നത്, ചിലത് എന്തുകൊണ്ട് വിട്ടുപോകുന്നു അറിയില്ല. എന്തുകൊണ്ടാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അതേ പവറിൽ നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ലൈറ്റിൻ്റെ വെലോസിറ്റി അതുപോലെ തന്നെ നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഹാർട്ട് മോളിക്യൂൾ H2O ആകുന്നത്? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അങ്ങനെയാണത്. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് പല കാര്യങ്ങളും അങ്ങനെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത് സയൻസ് തന്നെ ഒരു സൂപ്പർസ്റ്റിഷനാണെന്ന് പറഞ്ഞത്, അന്ധവിശ്വാസമാണ്. കാരണം അത് ഫൗണ്ടേഷൻ തന്നെ ഇഗ്നോറൻസിൻ്റെ മുകളിലാണ്. എന്തുകൊണ്ടാണ് ഭൂമി ഈ സ്പീഡിൽ സൂര്യന് ചുറ്റും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സൗരയൂഥം ഇങ്ങനെ നിലനിൽക്കുന്നത്? എവിടെ നിന്നാണ് ഗാലക്സീസ് എല്ലാം ഉണ്ടാകുന്നത്? എവിടെ നിന്നാണ് യൂണിവേഴ്സ് ഉണ്ടാകുന്നത്? ഇത് എങ്ങോട്ടാണ് പോകുന്നത്? പലതും എന്ന് പറഞ്ഞാൽ മാക്സിമം
മെജോറിറ്റി നമുക്ക് അറിയില്ല. വളരെ ചെറിയ ഭാഗം മാത്രമേ അറിയുള്ളൂ. എങ്ങനെയാണ് പാരസെറ്റമോൾ കഴിച്ചാൽ തലവേദന മാറുന്നത് എന്നുള്ളത് തന്നെ വ്യക്തമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് അറിവില്ല എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലും ഇത് കാണാം. എന്തുകൊണ്ടാണ് ഭാഷ ഇങ്ങനെ, എന്തുകൊണ്ടാണ് ചില ഡയലക്ട്സ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത്, ഓരോ ഭാഷ വേറൊരു തലത്തെ ഭാഷ ഒരു വ്യത്യാസമുണ്ട്, എങ്ങനെയാണ് അത് വന്നു ചേർന്നത്. അപ്പോൾ പല തിയറീസുണ്ട്. തിയറീസ് വരുന്നത് സത്യാവസ്ഥ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇഗ്നോറൻസ് എന്ന് പറയുന്നത്, അറിവില്ലാത്ത ഒരു മേഖല. നമ്മളതിനെ ഉപബോധ മനസ്സ് എന്ന് പറയും. അതിനപ്പുറം അറിയപ്പെടാത്തൊരു ഉപബോധ മനസ്സുണ്ട്. എങ്ങനെയാണ് ശരീരം ഇങ്ങനെ ആയത്, എവല്യൂഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, പല കാര്യങ്ങളും. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, അതും അൺനോയിങ്ങിലേക്കാണ്, അറിവില്ലാത്ത മേഖലകളിലേക്കാണ്. പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിലാണ് താല്പര്യം. കാരണം അത് ചാരുജി മഹാരാജ് പറയുന്നത് നോൺ ഡെബിൾ ആണ്. ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ ഹിയർ, കംഫർട്ടബിളായിട്ടുള്ള ഈ സോൺ. എല്ലാവരും ഇതുവരെ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ തന്നെ ചെയ്തോളാം. എന്തിനു വെറുതെ നമ്മളായിട്ടൊരു മാറ്റം കൊണ്ടുവരുന്നത്. പേടി, ഭയം, മാറുമ്പോഴുള്ളൊരു പേടി. ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോഴും ഈ ഭയം എല്ലാവരെയും കാണാം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, എതിരെന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ടുള്ള രീതിയിൽ പറയാൻ ശ്രമിച്ചാൽ അവിടെ എതിർപ്പുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് പഴയ രീതിയിൽ തന്നെ പോകുന്നു. അങ്ങനെയാണ് പല സ്പിരിച്വൽ പാത്സും പതുക്കെ പതുക്കെ റിലിജിയൻസ് തന്നെ അങ്ങോട്ട് സോളോ ചെയ്യും, വിഴുങ്ങിയെടുക്കും. അപ്പോൾ നമ്മൾ ഈ അറിയാത്ത മേഖലകളിലേക്ക് പോകുമ്പോൾ അവിടെ അറിവിൻ്റെ സ്രോതസ്സിൽ നിന്നും അറിവ് ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ സൂപ്പർ കോൺഷ്യസ്നസ് പറയും, അതിബോധ മനസ്സ്, അറിവില്ലാത്തതാണെങ്കിലും അത് യഥാർത്ഥ അറിവിൽ നിന്നാണ് വരുന്നത്. കാരണം എല്ലാ റെവലേഷൻസും അതിബോധ മനസ്സിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സയൻറ്റിസ്റ്റ്മാരായിട്ടുള്ള ന്യൂട്ടൺ ആയാലും ആർക്കിമിഡീസ് ആയാലും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആയാലും അലക്സാണ്ടർ ഫ്ലെമിംഗ് ആയാലും മാഡം ക്യൂറി ആയാലും ജഗദീഷ് ചന്ദ്ര ബോസ് ആയാലും നമ്മുടെ ഋഷിമാരായാലും എല്ലാവരും റെവലേഷൻസിലൂടെയാണ് കാര്യങ്ങൾ കണ്ടെത്തിയത്. അത് ഒരു സ്രോതസ്സിൽ നിന്ന് വന്നത്, സമയത്തിലെത്തുമ്പോൾ നമുക്കത് വരുന്നു. അപ്പോൾ ആ ഒരു പൂർണ്ണ അറിവിൽ നിന്ന് വരുന്ന ഫ്ലോ അത് നമ്മളിലേക്ക് വരുമ്പോൾ ആ അറിവില്ലാത്ത ആ അൺനോയിങ് ആയിട്ടുള്ള ആ പൂർണ്ണത അതിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ ഇവിടെ ആഗ്രഹങ്ങളിൽ വീണ് പോകും. എക്സിസ്റ്റിംഗ് ആയുള്ള സ്ട്രക്ചർ നിലനിൽക്കാനായിട്ട് നമ്മൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമുക്കത് അറിവില്ലാത്തതുകൊണ്ടാണ് ആഗ്രഹം ഉണ്ടാകുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്ഥേഷു ഉപജായതേ. അറ്റാച്ച്മെൻറ്റ് എന്തുകൊണ്ടാണ്? അറിവില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ശരിക്കുള്ള അറിവുണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. ശരിക്കുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ലെസ്. അറ്റാച്ച്മെൻറ്റ് സ്നേഹവും ശരിക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അറിവാണ് അറ്റാച്ച്മെൻറ്റ്സ് ഇല്ലാണ്ടാക്കുന്നത്, അറിവാണ് ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. ഒരു കാര്യത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനോട് ആഗ്രഹമില്ലാണ്ടായിട്ട് മാറുന്നു. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള പേടി, അത് ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല എന്നൊരു പേടി ഇല്ലാണ്ടായി മാറുന്നു. കാരണം അത് ഇനി റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുവരെ ക്രിയേറ്റ് ചെയ്താണ്, ഇനി റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ബോധം ഉള്ളിൽ വരുന്നു. അപ്പോൾ ആ അറിവില്ലാത്ത മേഖലകളിലാണ് ആഗ്രഹങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആഗ്രഹങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ, അറ്റാച്ച്മെൻറ്റിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ശരിക്കുള്ള ഈ അജ്ഞതയെ നമ്മൾ ജ്ഞാനമാക്കി മാറ്റണം. അതുകൊണ്ടാണ് നമുക്ക് ട്രാൻസ്മിഷൻ, പ്രാണാഹുതി ലഭിച്ചാൽ മാത്രമേ ഈ തരത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന് മാസ്റ്റേഴ്സ് പറയുന്നു. നമ്മൾ ജീവിതയാത്രയിൽ ആഗ്രഹങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മൾ പൂർണ്ണതയിലെത്തും എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് അവസാനമില്ലാത്തൊരു യാത്രയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ, എരുതിയിലേക്ക് എന്തെങ്കിലും എണ്ണകൾ ഒഴിക്കുന്നത് കത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ശരിക്കുള്ള ആ നോളജിൻ്റെ ഫ്ലോ നമ്മളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അറിവില്ലായ എന്നുള്ള ഉള്ളിലുള്ള സീഡ്സ്, സംസ്കാരങ്ങൾ, ഇംപ്രഷൻസ്, നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഇംപ്രഷൻ, അതുകൊണ്ടാണ് നമുക്ക് ഈ തരത്തിൽ പുറമേ ഇംപെർഫെക്ഷൻസ് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യണം എന്നൊരു തോന്നൽ, ഇതൊക്കെ എനിക്ക് വേണം എന്ന തോന്നൽ, അതൊക്കെ ക്രമേണ ഡിസോൾവ് ചെയ്യുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. ഭയപ്പെടേണ്ടതായിട്ടില്ല, ഒന്നും നഷ്ടപ്പെടില്ല എന്നുള്ള ബോധം ഉള്ളിൽ വരുന്നു. അത് വരണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ വേണം, ഫ്ലോ വേണം. അപ്പോൾ ഫ്ലോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള നോളജ് നമ്മുടെ ഉള്ളിലുള്ള അജ്ഞതയെ എരിച്ച് ചാമ്പലാക്കി കളയുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. ജ്ഞാനാഗ്നി എന്ന് പറയുന്നു. ശരിക്കും അത് ചാമ്പലാക്കല്ല, അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആ കൺവേർഷൻ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു ചേഞ്ച് വരുന്നു. നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ യഥാർത്ഥ അറിവായിട്ട് മാറുന്നു, ജ്ഞാനമായിട്ട് മാറുന്നു. ആ ജ്ഞാനം നമ്മളെ ഉയർത്തുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഡിസ്കണക്റ്റഡ്, ഇവിടെ നമുക്ക് ഒരിക്കലും പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ജ്ഞാനത്തിൽ ഉയരാൻ തുടങ്ങുന്നു. അങ്ങനെ ജ്ഞാനത്തിൻ്റെ സ്രോതസ്സിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നു.
അപ്പോൾ നമ്മുടെ ഈ അൺനോയിങ്നെസ്, ഇവിടെയുള്ള അറിവില്ലായ ഡിസോൾവ് ചെയ്യാതെ നമുക്ക് ആ അറിയപ്പെടാത്ത മേഖലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല, ഈശ്വരനിലേക്ക് വരാൻ സാധിക്കില്ല. ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളത് പുറമേ കാണുന്നതല്ല, ഉള്ളിലുള്ള അറിവില്ലായ എടുത്തു കളഞ്ഞാൽ മാത്രമേ സംഭവിക്കുള്ളൂ. അതിന് പ്രാണാഹുതി തീർച്ചയായിട്ടും വേണം. ഒരു ലിവിങ് മാസ്റ്റർ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ആ യാത്ര നമുക്ക് ശരിക്കുള്ള ജ്ഞാനത്തിൻ്റെ യാത്ര നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നതും അതുകൊണ്ടാണ്. അടുത്ത സെഷനിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. വിടവാങ്ങുന്നു തൽക്കാലം. നന്ദി, നമസ്കാരം.